ചെയ്തപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലേ? ഞാൻ ഒക്കെ നനച്ചിട്ട് ഒക്കെ റെഡിയാക്കിയില്ലേ? എന്താ ചെയ്യ, എന്ത് പണിയെടുത്താലും ഇമ്മാക്ക് കുറ്റാണ്. വെറുതെ അല്ല ഇനി പെണ്ണിനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ പെണ്ണ് എന്ത് പണിയെടുത്താലും ഇമ്മാക്ക് കുറ്റം ചെയ്യും. അതിപ്പോ കൊണ്ടല്ല നല്ലത്. വേറെ ഒക്കെ പെരേറ്റിയ ദിവസം പെണ്ണിന്റെ കല്യാണം കഴിച്ച് കൊണ്ടുവരാം. ഇപ്പൊ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പെണ്ണെ പണിയിട്ട് ഇടങ്ങാറാവും. ഇന്റെ അമ്മാനെ പറ്റി ഇക്കാരനായാലും മറ്റവൾക്ക് അറിയോ? അല്ല പിന്നെ ഇവിടെ ഒളിച്ചൊന്ന് കേൾക്കാനില്ലേ? പിന്നെ ഞാനൊന്നുമല്ല മാങ്ങ ഉണ്ടായി മാങ്ങ കിട്ടാൻ രണ്ട് മാങ്ങ ഒന്നുമില്ല. ഞാന് മോനെ ഇമ്മാനെ സഹായിച്ചതാണ്. ഞാനെന്താ ഇവിടെ നിന്നറിയോ? എന്റെ അമ്മ എന്താ ഇവിടെ ഒച്ചമ്പളിയും കൂട്ടിണ്? ഇമ്മ ഒച്ചോളിയും കൂട്ടാ. ഇമ്മ അല്ലാത്ത സാധനയാണ്. നനച്ചൂടിയല്ലേ നോമ്പൊക്കെ ആയിട്ട്. അപ്പൊ ഇമ്മാനെ ഞാൻ സഹായിച്ചതാണ്. പാവാട ഇമ്മ കഷ്ടപ്പെടണ്ട വെച്ചിട്ട് എന്നോട് പറയാണ് ഇമ്മ രാവിലെ അവിടെ ഒക്കെ തുടച്ചിട്ട് ഇമ്മ പണിക്ക് പോകണം. അപ്പൊ ഇതൊക്കെ കണ്ടപ്പോ സഹിച്ചില്ല. നമ്മളെ സഹായിച്ചു കൊടുക്കണ്ടേ, നമ്മളമ്മാരെ നമ്മൾ സഹായിച്ചു കൊടുക്കണ്ടേ? അങ്ങനെ എന്നോട് പറയാന് ഞാൻ ഇമ്മാനെ സഹായിക്കാൻ നിന്ന് എന്നിട്ട് ഞാൻ അവിടെ ഒക്കെ തുടച്ചെടുത്ത് ഇതൊക്കെ ചെയ്തപ്പോ ഉമ്മ പറയാ കുരുത്തം കട്ടതെ അവിടൊക്കെ ചവിട്ടി കുത്തി ചളിയാക്കിയിരുന്നു. ഞാൻ അങ്ങോട്ട് നടക്കും തുടക്കാനും ഇങ്ങോട്ട് നടക്കും തുടക്കാന്. അപ്പൊ കാൽമത്തെ ചളി ആവണേന് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനല്ലേ? എന്നിട്ട് മോനെ ഇമ്മ അടക്കന്ന് ഓരോന്ന് വെറുപത്താളി ഒരു ഉപകാരം ചെയ്തപ്പോ നിങ്ങൾക്ക് ദോഷായില്ലേ? ഞാൻ കണ്ടിട്ടൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ പറയുന്ന എന്നോട് ചെയ്യണ്ടാന്ന്. മതി ഇമ്മ തന്നെ ചെയ്തോട്ടെ, ഞാൻ ഇത് ഇവിടെ വെക്കട്ടെ. ശരി. അപ്പൊ തുടക്കലായിരുന്നു പണിയല്ലേ? ഇമ്മ ഇജ്ജ് എന്താണ് നനച്ചുളിക്ക് നിലം തുടക്കണ തെറ്റാണ് ഇതാക്കണ്. ഞാനും ജനാലും കട്ടിലൊക്കെ ഇതൊക്കെ തുടച്ചത്. ഇനി ഇമ്മ ഇനി ഒന്നും പറയാത്തല്ല. നിലം തുടക്കണ തെറ്റാണ് ഇതാണ് നനച്ചുളി അറിഞ്ഞിട്ട്. അല്ല ഇജ്ജെന്താ മാങ്ങക്ക് വന്നതാ? മാങ്ങ നോക്ക്, മൂച്ചുമ്പോ നോക്ക്. മാങ്ങല്ലോ ഭയങ്കര ആശപ്പെടുന്ന പെണ്ണുങ്ങളൊക്കെ തൊഴിലുറപ്പ് പെണ്ണുങ്ങളും മറ്റേ പെണ്ണുങ്ങൾക്കൊക്കെ കൊണ്ടുകൊടുത്ത് ഞാന് ഇമ്മ വരെ പിരാക്കി അടിയാത്ര. അമ്മക്കൊന്നും തരില്ലല്ലേ? അനക്ക് തന്ന ഇമ്മ പുകങ്ങലുണ്ട്. ഇനിയിപ്പൊ അനക്ക് മാങ്ങ എന്തെങ്കിലും ആ പുക കൂടി ഉണ്ടാവൂല. അങ്ങനെ ഇമ്മ പറയുന്നത് അനക്ക് ഒരു വസ്തുവും കൊടുക്കരുത്. അനക്ക് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പുല്ല് മുളക്കൂല. എന്താ തന്നിക്കണ്? നാളെ ഓമക്കായി കൊണ്ടേയില്ലേ? എന്നിട്ട് ഇഷ്ടം ഉണ്ടായിക്കണ അവിടെ ഓമക്കായിന്റെ കൈ ആ ഓമക്കായ്മാരെ ഒട്ടൂച്ച് വീണും ചെയ്യും. അത് കൂടുതലുണ്ടായിട്ടാണ്. അപ്പൊ അതിന്റെ ദിവസം അമ്മ പറയുന്നത് എനക്കൊന്നും കൊടുക്കരുത്, ഒരു പുല്ല് മുളക്കൂല. ജിന്റെ മന വിടുന്ന് ചോദിക്കണ്ടട്ടാ. ഇമ്മ പറയും എനക്കൊന്നും കൊടുക്കാൻ പാടില്ല പറഞ്ഞതാണ്. കണ്ട എന്നിട്ട് മാനേ ഞങ്ങളുടെ കുടുംബത്തില് എന്താണ് മൂത്തുമ്മ ഇപ്പൊ വരുന്നില്ല. മറ്റേത് കഴിഞ്ഞാലേ മാങ്ങ ഉണ്ടായിട്ട് ഞാൻ മൂത്തുമ്മക്ക് കൊണ്ടുകൊടുത്ത് ആദ്യം തന്നെ. എന്നിട്ട് മൂത്തുമ്മ പറഞ്ഞെടുക്ക തള്ളി മോനെ കൂടി മാങ്ങ ഒറ്റക്കട തിന്നോട്ടേന്ന്. ഇങ്ങോട്ട് നോക്ക്, ഇപ്രാവശ്യം മാങ്ങേ ഉണ്ടായിട്ടില്ല. കണ്ടില്ലേ ജി? ആദ്യം ഉണ്ടായിരുന്നല്ലോ, പൊട്ടിച്ചിട്ടല്ലേ? ആദ്യം ഉണ്ടായ കഴിഞ്ഞ അതിന്റെ മുന്നപ്പ ഉണ്ടായിന്ന്. വന്നപ്പോഴൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ കണ്ടാലോ എനിക്ക് തെരഞ്ഞെടുത്തിട്ട് പറയില്ല. കുടുംബക്കാർക്ക് കൊടുക്കും. ഞാൻ പറഞ്ഞു ഞാൻ അത് കണ്ടിട്ട് വന്നാണ്. കൊടുത്തിട്ടുണ്ടെങ്കിലേ മോനെ നമുക്ക് പേരും പ്രസിദ്ധിയൊന്നും കിട്ടൂല. അന്യ ആൾക്കാർക്ക് എന്തിനും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പറയും ഇത് കുഞ്ഞാപ്പൂന്റോടും തന്നതാണ്, ഇത് കുഞ്ഞാപ്പൂന്റോടും തന്നാ അറിയോ? പറയും. ഇനിയിപ്പൊ ജാനേച്ചി കൊടുത്തിട്ടുണ്ടെങ്കിൽ ജാനേച്ചി അവിടൊക്കെ ചെന്ന് പറയും ബീഫത്താത്ത തന്നതാ, ബീഫത്താത്ത തന്നതാന്ന്. അപ്പൊ എല്ലാവർക്കും എന്റെ ഉമ്മാക്ക് ഒരു വെയിറ്റ് ആവൂലേ? മറ്റേ പന്റെ കുടുംബത്തില് ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ മൂത്തമാർക്കോ അമ്മായിക്കോ കുഞ്ഞിമാർക്കൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മുണ്ടൂല. അപ്പൊ ഞങ്ങൾക്കൊരു വെയിറ്റ് കിട്ടൂലല്ലോ. ഇതല്ലേ ഇപ്പൊ ആൾക്കാര് ഇപ്പൊ അതന്നെയാണ് ഇന്നാള് മൂത്തുമ്മ ഞങ്ങൾക്ക് പിത്രസക്കാത്തിന്റെ കയ്യിൽ തന്നില്ല. ഒരു അവിടെ അടുത്തുള്ളവർക്കൊക്കെ കൊടുത്തത്രേ. ഞങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓർക്ക് വെയിറ്റ് കിട്ടൂലല്ലോ. അപ്പൊ പിന്നെ അടുത്തുള്ള അവിടെ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആൾക്കാര് പറയില്ലേ ഇന്ന സ്ഥലത്തുനിന്ന് തന്നാന്നില്ലേ? അതേമാതിരി തന്നെ എന്റെ ഉമ്മി. അതെ ഞാനും പറഞ്ഞോണ്ട് കുഞ്ഞാപ്പൂന്റെ തന്നാന്ന് പറയോ? വെച്ചിട്ടൂലേ നടന്ന് പറഞ്ഞോണ്ട്. ഇനി എന്തായാലും മാങ്ങ മുളച്ചിട്ടുണ്ടാവട്ടെ, അപ്പൊ തരണ്ടിട്ടാ. അപ്പൊ മാങ്ങ കഴിഞ്ഞിക്കണ്. മാങ്ങ മുളച്ചിട്ട് വരുമ്പോ എനിക്ക് തരണ്ടി. അപ്പൊ ചിലവർക്കും പറഞ്ഞു നിക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. പൊട്ടിക്കട്ടെ അത് കന്യാങ്ങടാ കറാവൂടാ. എന്റെ ചുണ്ടും ചെടിയൊക്കെ കറായിട്ട് തിന്നാനല്ല. അതൊന്നും പൊട്ടിക്കട്ടെ. പല്ല് വിളിച്ചിട്ടുണ്ട് വന്നിട്ട് രാവിലെ തന്നെ മാങ്ങ പൊട്ടിക്കാണ്. ഞങ്ങൾ തന്നെ മാങ്ങ ഇല്ല, ഞങ്ങൾ തന്നെ കഷ്ടപ്പെട്ട് നിക്കുകയാണ്. പല്ല് വിളിച്ചിട്ടുണ്ട് വന്നിക്കാണില്ലേ?
പൊയ്ക്കോച്ച് ഇവിടുന്ന്. എന്റെ ഭർത്താവ് കിട്ടും വരൂട്ടാ ഇമ്മാക്ക് അറിയാ കുഞ്ഞാപ്പോ എന്റെ സ്വഭാവം എന്താന്നുള്ളതൊക്കെ ഉമ്മാക്കും അറിയാ. ഞാൻ പറയേണ്ട ആവശ്യമില്ല. പല്ല് അടിച്ചിട്ട് വന്നിക്കാണ് മാങ്ങക്ക്. ഏടി ഇത് കണ്ടേടി എന്നൊക്കെ പല്ല് അടിച്ച് വന്നിക്കാണ് നമ്മളെ മാങ്ങ ഒട്ടിക്കാന്. പൊയ്ക്ക മര്യാദക്ക് കുഞ്ഞാപ്പൂക്ക് എന്റെ മാങ്ങി വേണ്ട കുഞ്ഞാപ്പോ ഇത് കേക്ക് അല്ല ഇത് കേക്ക് ശ്രദ്ധയിരിക്കല്ലേ എന്റെ മാങ്ങി വേണ്ട ഒന്നും വേണ്ട. അനക്ക് മാങ്ങി തരണില്ല ഒന്നും തരില്ല. പിഴാകാതെ പോയാ മതി. എന്നാ പോയിക്കോ. തോന്നുണ്ടാവട്ടെ. അതിലെന്തോ ഇതുണ്ടല്ലോ പറയുന്നത് അങ്ങനെ പറഞ്ഞ പിരാക്കാന്നുള്ളത്. ഇക്ക കറിയൊക്കെ ചെയ്യാ. പോവാണ് പോയിക്കോ. ഞാൻ അവിടെ ഒക്കെ നനച്ചു